പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ വൻ ഡിമാൻഡ് ഏറുകയാണ്. ഇതോടുകൂടി തന്നെ കൂടുതൽ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കാനുള്ള നീക്കം നടത്തിയിരിക്കുകയാണ് കേന്ദ്രം. മാത്രമല്ല, തിരുവനന്തപുരം കാട്ടാക്കടയിലെ നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ വളപ്പിലെ 180 ഏക്കർ ഭൂമിയിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ആ സ്ഥലം കൈമാറാൻ ഇപ്പോൾ സുപ്രീം കോടതി അനുമതി നൽകിയതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ബ്രഹ്മോസ് എയറോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡിന്റെ വികസനത്തിന്റെ ഭാഗമായി തന്നെ ഭൂമി അനുവദിക്കണമെന്ന് കേരള സർക്കാരിനോട് DRDO ആവശ്യപ്പെട്ടിരുന്നു. അത്യാധുനിക മിസൈൽ നിർമ്മാണത്തിനും തന്ത്രപ്രധാനമായ ഹാർഡ്വെയർ നിർമ്മാണത്തിനുമായുള്ള യൂണിറ്റ് സ്ഥാപിക്കുന്നതിനാണ് DRDO ഭൂമി ആവശ്യപ്പെട്ടതും. ബ്രഹ്മോസ് എയറോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡിനെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ പോലും കുറച്ചധികം നാളായി തന്നെ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. DRDOയ്ക്ക് ഭൂമി കൈമാറാനാണ് സുപ്രീം കോടതി ഇപ്പോൾ കേരള സർക്കാരിന് അനുമതി നൽകിയിരിക്കുന്നതും. നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ വളപ്പിലെ 32 ഏക്കർ ഭൂമി നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിനായി തന്നെ നൽകുവാനും സുപ്രീം കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിന് പുറമെ തന്നെ ശാസ്ത്ര സീമാബിൽ ബാറ്റലിന്റെ ഹെഡ്ക്വാർട്ടർ സ്ഥാപിക്കാൻ പോലും 32 ഏക്കർ ഭൂമി കൈമാറുവാനും സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ശാസ്ത്ര സീമ ബാലിന്റെ ബറ്റാലിയൻ ഹെഡ് ക്വാർട്ടേഴ്സ് കേരളത്തിൽ ആരംഭിക്കണമെന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ദീർഘകാലമായ ആവശ്യമായിരുന്നു. ബറ്റാലിയൻ ഹെഡ് ക്വാർട്ടേഴ്സ് നിലവിൽ വരുന്നതിനോട് തന്നെ കേരളത്തിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ കേന്ദ്ര സേനയുടെ സ്ഥിരം സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്നതാണ് ഇതിലൂടെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് ദേശസുരക്ഷ ശക്തമാക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയും കേരളത്തിനെ സംബന്ധിച്ച് വലിയൊരു നിർണായകമായ ഒരു ഘട്ടം തന്നെയാണ്. നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന് നിലവിൽ 457 ഏക്കർ ഭൂമിയാണുള്ളത്. ഇതിൽ 200 ഏക്കർ ഭൂമി ജയിലിനായി തന്നെ നിർത്തിയ ശേഷം ബാക്കിയുള്ള 257 ഏക്കർ ഭൂമിയിലാണ് 3 വികസന പദ്ധതികൾക്കായി തന്നെ ഇപ്പോൾ കൈമാറൽ നടക്കുന്നത്. തുറന്ന ജയിലിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മറ്റ് ആവശ്യങ്ങൾക്ക് കൈമാറണമെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതി വളരെ ആവശ്യമാണ്. അതിനാലാണ് സംസ്ഥാന സർക്കാർ ഭൂമി കൈമാറിയത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ അനുമതി തേടാൻ കാരണമായിരിക്കുന്നതും. സംസ്ഥാന സർക്കാരിന് വേണ്ടി തന്നെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിക്ഷയ രാജ് ആകട്ടെ അതായത് ജസ്റ്റിസ് വിക്രം നാഥ് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ തന്നെ ഹാജരാവുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതി ഉത്തരവോടുകൂടി തന്നെ 3 പദ്ധതികൾക്ക് ഉടൻ തന്നെ ഭൂമി കൈമാറുമെന്നാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ധൂറിന്റെ വേളയിൽ പോലും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളാകട്ടെ വലിയ രീതിയിൽ പണിയെടുക്കുകയും പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളടക്കം വലിയ രീതിയിൽ തകർത്ത് തരിപ്പണമാക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞു എന്നതും വലിയൊരു വാർത്തയായി തന്നെ പുറത്തു വന്നതാണ്. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളടക്കം വലിയ രീതിയിൽ മത്സരിക്കുകയാണ് തങ്ങൾക്കും ബ്രഹ്മോസ് മിസൈലുകൾ വേണമെന്ന ആവശ്യം പങ്കുവച്ചുകൊണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും നിർമ്മാണ യൂണിറ്റുകൾ കൂടുതലായി തന്നെ വികസിപ്പിക്കാൻ അല്ലെങ്കിൽ നിർമ്മാണശാലകൾ വികസിപ്പിക്കാനായി തന്നെ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ശ്രമങ്ങൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.